ഞാൻ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മെയിൻ റീസൺ ഞാൻ 5ാം ക്ലാസ് മുതൽ എനിക്ക് ഡോക്ടറാണെന്ന് ഒരു ആഗ്രഹം തോന്നിയതിൻ്റെ പുറത്താണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത്. എനിക്ക് 8th സ്റ്റാൻഡേർഡ് മുതൽ ഒരു എഞ്ചിനീയർ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്തു സൈലം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സൈലത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ഫാക്കൽറ്റീസാണ് ഹൈലി ക്വാളിഫൈഡ് ആണ്, ഹൈലി എക്സ്പീരിയൻസ്ഡ് ആണ്. അത് മാത്രമല്ല ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ക്ലാസ് റൂമിൽ തന്നെ ചോദിക്കാം. 10th വരെ ഞാൻ സ്റ്റേറ്റ് ആയിരുന്നു പഠിച്ചിരുന്നത്. ഇപ്പം പ്ലസ് 1ലേക്ക് പോകുമ്പം ആ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് 2 ആഴ്ച 10th വരെ നമ്മൾ എന്താണോ ബേസിക് ആയിട്ട് പഠിച്ചത് അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ബേസിക് ഫൗണ്ടേഷൻ ക്ലാസ് വന്നായിരുന്നു. സോ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അത് കേട്ട് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടന്നപ്പം ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളും അതേപോലെ മനസ്സിലാവാകിയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര പഠിപ്പ് മാത്രമാണ് ഇവിടെ ഉണ്ടാവാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. സൈലം നമുക്ക് എല്ലാ തരത്തിലുള്ള എൻജോയ്മെന്റ്, നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് സൈലം നമ്മളെ കൊണ്ടുപോകുന്നത്. ഔട്ടിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഇയർലി ഉള്ള നമുക്ക് ടൂർ ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടാണ് സൈലം നമ്മളെ കൊണ്ടുപോകുന്നത്. ഓണം, ക്രിസ്മസ് അതൊക്കെ തന്നെ സൈലം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അക്കാഡമിക് സൈഡിലോട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ DPP ബുക്കിനെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് നമുക്ക് ക്ലാസ്സിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് DPP. അപ്പോൾ അതിൽ നമുക്ക് ഓരോ കോൺസെപ്റ്റ് നമുക്ക് ആദ്യം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരും. അതിനുശേഷം പിന്നെ ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ബോർഡ് എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരും, അതുകൂടാണ്ട് NCERTയിലുള്ള ക്വസ്റ്റ്യൻസും കൂടി നമ്മളെ DPPയിലുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് എക്സാംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു എക്സാമിന് ഇപ്പോൾ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫാക്കൽറ്റീസ് നല്ലോണം മോട്ടിവേറ്റ് ചെയ്യും അടുത്ത എക്സാമിന് വേണ്ടി നല്ലോണം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ഭയങ്കര ഈഗറാണ് നമ്മളെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരാൻ. ഹോസ്റ്റലിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാ വീക്കെൻഡ്സിലും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഡൗട്ട്സ് ചോദിക്കാൻ പറ്റും. ഇപ്പം ഒരു കോൺസെപ്റ്റിൽ നമ്മൾ അത്ര സ്ട്രോങ് അല്ലെങ്കിൽ ഇവർ എക്സ്ട്രാ ക്ലാസ്സസ് വെക്കും. ഇത് നമ്മൾ ആ കോൺസെപ്റ്റ് നല്ല സ്ട്രോങ് ആക്കിയിട്ടാണ് നമ്മൾ എന്താക്കുക എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഇവർ ഹെൽപ്പ് ചെയ്യുക. നമുക്ക് ഓരോ എക്സാമുകൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഓരോ ചാപ്റ്റർ ചെയ്യുമ്പോൾ ചാപ്റ്റർ വൈസ് ഇൻഡിവിജ്വൽ എക്സാം ഉണ്ടാവും. ആ എക്സാം കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൊഡ്യൂൾ എക്സാം, ലോങ് എക്സാം എന്നുള്ള പറഞ്ഞിട്ട് മെഗാ എക്സാം ഉണ്ടാവും. മെഗാ എക്സാം എന്ന് പറയുമ്പോൾ കുറേ ചാപ്റ്റേഴ്സ് ഒരുമിച്ചുള്ള എക്സാം ആയിരിക്കും. പിന്നെ GIB എക്സാം കേരളത്തിലെ എല്ലാ കുട്ടികളും എഴുതുന്നൊരു എക്സാമാണ്. പിന്നെ എന്ന് പറയുമ്പോൾ JEE മോക്ക് ടെസ്റ്റ് ഉണ്ടായി. അത് നമുക്ക് CBT എക്സാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു JEE എക്സാമിന് നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇപ്പോഴേ നമുക്കൊരു പ്രാക്ടീസ് കിട്ടുന്നുണ്ട്. ഹോസ്റ്റലിൽ അറ്റ് എ ടൈം 30 to 31 സ്റ്റുഡൻസിൽ ഒരു ഫ്ലോറിൽ 30 to 31 സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റിയ ഒരു ഹോൾ ഉണ്ട്. അതിനാണ് ഞങ്ങൾ അക്കാഡമി എന്ന് പറയുന്നത്. ഈ ഹോളിനെയാണ് ഞങ്ങൾ അക്കാഡമി എന്ന് പറയുന്നത്. അത് 24/7 അവിടെ AC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഞങ്ങൾ ഇത് പഠിക്കാറുള്ളത്.